നിർത്തടാ, നിർത്താൻ. എന്തേ കാണിക്കുന്നേ? എന്തേ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അടി തന്നെ. അത് മനസ്സിലായി. എന്താ കാര്യം ഇപ്പം? ഞങ്ങളല്ല, ദേ അന്നത്തെ പുന്നാര മോണ്ടല്ലോ, അവനാ വന്നേ. അവനാ തുടങ്ങിയേ. ഈ നായിന്റെ മോണ്ടല്ലോ ഒരു പെൺകൊച്ചിനെ കറിഞ്ഞു പൊട്ടിച്ച്, എന്നിട്ട് അവൾ രണ്ടെണ്ണം പൊട്ടിച്ചപ്പോഴല്ല അവൻ തിരിച്ചവളെ കിസ് ചെയ്ത്. അത് ചോദിക്കാനായിട്ട് തന്നെ ഇവൻ ചെന്നപ്പോഴത്തേക്കിന് ഇവനിട്ട് പൊട്ടിച്ച്. എനിക്കത് പിടിക്കൂ? ഞാൻ കയറിങ്ങി മീഞ്ഞു. നീ എന്തിനാണാ വഴിയെ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും തലേ വെക്കുന്നേ? പിന്നെ എനിക്കിങ്ങനെ ഒന്നും കണ്ടാ നോക്കിക്കാൻ പറ്റില്ല. അതാ രണ്ടെണ്ണം പിടിച്ച് പൊട്ടിച്ച്. ഇവനൊന്നും ഇതൊന്നും പോരാ. എന്താടാ നിനക്ക് കിട്ടിയൊന്നും പോരേ? കോപ്പേ തിന്നിട്ട് എല്ലിനിടെ കയറുന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് വീട്ടിൽ പോയി തീർത്താ പോയിട്ടാ, ഇങ്ങോട്ടിറക്കണ്ട. നിർത്തു, മതി അലമ്പാക്കാതെ. ഇതില് കൂടുതൽ എന്താവാനാ? എന്തൊരു ബോറ് ക്ലാസ് ആടാ. കുട്ടിക്ക് ഇറങ്ങി ഓടാൻ തോന്നും. അതെ, നീ ആരോടീ പറയുന്നേ? എന്നോടൊക്കെ. അല്ലാണ്ട് പിന്നെ ആരോട് പറയാനാ? നീയൊക്കെയല്ലേ എന്റെ അടുത്തുള്ളൂ. ദേ ഒരെണ്ണം ഈ തൊലിപ്പിച്ച് കിടക്കുന്നു. വിളിച്ച് എഴുന്നേപ്പിക്കാ ശവത്തിനെ. ചരണേ എഴുന്നേക്ക്, ദേ നിന്നെ സാറ് വിളിക്കുന്നു. ഇവിടെ സാർ. എന്താ? അല്ല, സാറെന്നെ വിളിച്ചില്ലായിരുന്നല്ലേ? സോറി സാർ. എടാ വളരെ കൊള്ളാം, നീ വെള്ളം കിട്ടാതെ ചാവട്ടെ. അയ്യോ, വിനാശകാലെ വിപരീത ബുദ്ധി, 3 മൂഞ്ചി. പോയി കുളിച്ചിട്ട് വാ, ചോറെടുത്ത് വെക്കാൻ. എനിക്ക് വേണ്ടി നോക്കിയിരിക്കാൻ തോന്നുന്നു. അയ്യടാ, ഒന്ന് പോടാ. മക്കളെ കുളിച്ചിട്ട് വാ, മാറിയിട്ടും വേല. അത് സാറിന് ഞാൻ പിന്നെ പോയി കുളിച്ചോളാം. കഴിക്കാനെടുക്ക്, വിശക്കുന്നെന്ന്. അയ്യടി, പോയി കുളിച്ചിട്ട് വന്നേ. എന്തൊരു നാറ്റാ അത്. പോയി കുളിച്ചിട്ട് വേണം. എന്നെ നാറുന്നുണ്ടോ? ഷേ, ഇപ്പൊ നാറുന്നുണ്ടോ മഞ്ജുമ്മ? നോക്കിയേ. മാറൊക്കെ പോയി കുളിച്ചിട്ട് വാ. എന്തൊരു നാറ്റാ ഇത്. പോടാ. അമ്മ, എനിക്ക് വിശക്കും, എന്തെങ്കിലും താ എനിക്ക്. നീ ഇതിപ്പോ നിക്കത്തേ ഉള്ളു. നിന്റെ അണ്ണാക്കിലോട്ട് വെള്ളം കേറണമെങ്കിലേ പോയി കുളിച്ചിട്ട് വാ. തള്ള സമ്മതിക്കൂല. എന്നെക്കാളും മുമ്പേ തീറ്റി ആരംഭിച്ചല്ലോ. അതിന് നീ ഏതാ? വന്നു വന്ന് ഈ കുരിപ്പിന് ഒരു ബഹുമാനമില്ല. നീ ഏതാ? എടി കുരിപ്പ കൂടുന്നുണ്ട് കേട്ടോ. ആണോ? അയിന് ഡിഗോപ്പേ വെള്ളച്ചിലെടുക്കരുത് കേട്ടോ. ഒന്ന് പോടാ. ഡീഡി അമ്മാ, ഇവനെ തല്ലാൻ വരുന്നേ. ഇടി രണ്ടും കൂടെ അടി ഉണ്ടാക്കാതെ തിന്നിട്ട് പൊടി. ഞാൻ പോവാ. കൊഞ്ഞാൻ കുത്തുന്നു കൊച്ചു കഴിവേറി. എന്താടാ പട്ടി കാര്യം? എടാ, നീ ഫ്രീ ആണോ? പിന്നല്ലാണ്ട് എനിക്കെന്താ വേറെ പണി? എന്നാ വാ, നമുക്ക് കറങ്ങീച്ചും വരാം. എവിടേക്ക്? ക്ലബില് പോയാലോ? അത് പൊളിക്കും. ബട്ട് അപ്പനുണ്ട്, ഇവിടെ സമ്മതിക്കൂല. അപ്പൊ പിന്നെ ഭയങ്കര അനുസരണയാണല്ലോ. ഒന്നിറങ്ങി വാടാ ഇങ്ങോട്ട്. ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഉറങ്ങിയോ എന്തോ. അല്ല, അഭിയുണ്ടോ? അവനും ഉണ്ട് കൂടെ. എന്നാ ശരി, നീ കോള് വെക്ക്, ഞാൻ വരുവാ. ഇതിനൊന്നും ഉറക്കൂല്ലേ? നീ ഉറങ്ങുന്നില്ലേ? ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതല്ലേ? അത് പിന്നെ ചരം വിളിച്ചിട്ടുണ്ടാകും. അപ്പം അവനെന്തോ ആവശ്യം ഉണ്ട്, ഹെൽപ്പ് വേണം. അപ്പം വീട്ടിലോട്ട് വരാമോ ചോദിച്ചു. അപ്പൊ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോവാ. കൂട്ടുകാരനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് കൊള്ളാം. കുടിച്ചിട്ടെങ്ങാനും വീട്ടിൽ കയറിയ ആ മുട്ടുകാലിൽ അല്ലെങ്കിൽ ഞാൻ അടിക്കും. പിന്നെ കൂട്ടുകാരനെ ഹെൽപ്പ് ചെയ്യാൻ പോകാനായിട്ട് മോൻ ഇവിടുന്ന് അനങ്ങത്തില്ല കേട്ടോ. പിന്നെ 11 മണിയാകുമ്പം വീട്ടിൽ കയറിക്കോണം. എന്തുവാ അച്ഛാ, 10 മണിക്ക് പോയിട്ട് 11 മണിക്ക് കയറാനോ? ഞാൻ ഇല്ലാ കുഞ്ഞാണോ?
പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. 11 മണിക്ക് കയറാൻ പറ്റുമെങ്കിൽ നീ ഇവിടുന്ന് പോയാ മതി. ആ ശരി, 11 മണിക്ക് കയറാം. ആഹാ, വന്നല്ലോ നല്ലവനായ ഉണ്ണി. അതിന്റെ തന്ത. ആ, കിട്ടേണ്ടതൊക്കെ കിട്ടുകയും കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുകയും ചെയ്തതെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാമായിരുന്നു. എന്തു പറ്റി നല്ലവനായ ഉണ്ണി? അയ്യോ, യദു കൃഷ്ണ നല്ല ദേഷ്യത്തിലാണല്ലോ. ഒന്നുമില്ല, നീ ആ വണ്ടി എടു. അവിടെ ഇങ്ങനെ ചെന്നിട്ട് 2 അടിക്കണം. ആണ്ടവാ, ഞാൻ എന്താ ഈ കാണുന്നേ? എന്നൊരു പൊളിക്കും. ആ, നീ ആ വെളിയിൽ നിന്ന് വെള്ളം ഇറക്കിക്കോ, ഞങ്ങളകത്ത് പോവാ. വരുന്നെങ്കി വാടാ. എടാ അളിയ, അങ്ങോട്ടൊന്ന് നോക്കി, മുറ്റത്തൊരു പൊന്മാൻ. പൊന്മാനോ? മൈനയില്ലേ? ആ, അതിനിവിടെ പ്രസക്തിയില്ല. മൈനെങ്കി മൈന. എടാ അളിയ, നോക്കടാ. You said no, no, no. I said no, 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 no. You say take me home. I said no, Perignon. You said no, no, no. I said no, 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 no. No, 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 no. Hasta la vida loca, 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 loca. Te encanta la música, te toca, toca, toca. Hasta la vida loca, 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 loca. Te encanta la música, te toca, toca, toca. ഈ ചെക്കൻ പോയിട്ട് ഇനിയിപ്പോ എപ്പോ വരുമോ എന്തോ. നീ പോയി കിടന്നോ, അവനെ നോക്കിയിരുന്ന വെളുക്കോളം ഇരിക്കേണ്ടി വരും. ആരാ? അമ്മ എന്ത് പറ്റിയെന്തോ. ആ ഹലോ അമ്മ. ആ എന്നിട്ട് അയ്യോ, ഇപ്പൊ എങ്ങനുണ്ട്? അയ്യോ, ആ ആ നിങ്ങൾ അങ്ങോട്ട് ആ അടുത്ത ദിവസം വരാം കേട്ടോ. ആ അപ്പൊ അച്ഛന് കുഴപ്പമുണ്ടോ? ആ ഓക്കെ അമ്മ, ഞങ്ങൾ വരാം വരാം വരാം. എന്നാ പറ്റിയേ? അച്ഛന് പെട്ടെന്ന് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അറ്റാക്കാണ്. അപ്പം ഇപ്പൊ വലിയ കുഴപ്പമില്ല, പക്ഷെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. അച്ഛൻ നമ്മളെല്ലാരെയും കാണണമെന്ന്. അതിനെന്താ, നമുക്ക് നാളെ തന്നെ പോയേക്കാം. ഞാൻ അടുത്ത ദിവസത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാം. അല്ല, അച്ഛന് നമ്മളെ എല്ലാരെയും കാണണമെന്നാ പറയുന്നേ. യദുവിനെയും യാമീനെയും. അവനാണെങ്കിൽ വരാൻ സമ്മതിക്കത്തുമില്ല. അവൻ അങ്ങോട്ടേക്കൊന്നും പോയി ഇഷ്ടവുമല്ല. അവൻ വരും. എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം അവന്റെ ആഗ്രഹത്തിനുള്ള നമ്മളെ കിട്ടത്തില്ല. ഈ പ്രാവശ്യം എന്തായാലും അവൻ വരും. തന്തപ്പടി ഉറങ്ങിയാവോ? ആരെയും കാണുന്നില്ലല്ലോ. നീയില്ലാ ജന്മമുണ്ടോ, നീ അറിയാ യാത്രയുണ്ടോ, നീ അണയും രാവു തേടി ഞാനിവിടെ കാത്തു നിൽക്കാം. പോയി വരുവോളം നിനക്കായി ഞാൻ തരുന്നിതിൻ മനം. എഴുന്നേക്കടാ അങ്ങോട്ട്. സൂര്യൻ ഉദിച്ച് വെട്ടം വന്ന് മൂട്ടിലടിച്ചാൽ പോലും വനൊന്നും എഴുന്നേക്കത്തില്ല. ഞാൻ ചൂടെണ്ണം കൂട്ടി ഒഴിക്കണോ? എഴുന്നേക്കടാ, നിങ്ങൾ കുളത്തൊന്നും പോണ്ടേടാ. എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. ഓ, തള്ള സമ്മതിക്കൂല. എന്റെ ദൈവമേ. എഴുന്നേക്കടാ, പോയി കുളിക്കടാ. എന്നാലും ഇന്നലെ ഞാൻ സ്വപ്നം കണ്ട ആ പെൺകുട്ടി ആരായിരിക്കും? ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്റെ മൈൻഡിൽ ഇങ്ങനെയൊന്നും. ഇതുവരെ എന്റെ സ്വപ്നങ്ങളിലും വന്നിട്ടില്ല. എനിക്ക് പരിചയം പോലുമില്ല. ഓ, മോന്ത കണ്ടിട്ടില്ല, പിന്നെങ്ങനെ? നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? എല്ലാരും ഓ, ഇതിനെ കൊണ്ട് ദാ വരുവാ. ഡാ,
നീ ഇന്നലെ എപ്പോഴാ വന്നേ? തന്തപ്പടി പോയില്ലായിരുന്നോ? അതൊരു 11 ആയപ്പം വന്നു. അതിന് നീ ഇവിടുന്ന് 10 മണിക്കല്ലേ പോയി? നീ എത്ര നേരത്തെ കയറാൻ ചാൻസ് ഇല്ല. എത്ര മണിക്കാ വന്നേ? ഒരു 12 മണി. 12 മണിയോ? അത്രയും നേരത്തെ എന്തായാലും നീ വരത്തില്ല. 1 മണി ഫിക്സ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാണല്ലോ നേരത്തെ വീട്ടിൽ കയറിക്കണം കേട്ടോ, അല്ലെങ്കിൽ നീ വെള്ളി ഇറങ്ങത്തില്ല. അതൊക്കെ പോട്ടെ, നീ ഇന്ന് വൈകിട്ട് നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചോണം. നമ്മൾ നാളെ നാട്ടിലോട്ട് പോവാ. അല്ല, നിങ്ങള് പോയിക്കോ, അതിന് ഞാൻ എന്തിനാ എന്റെ സാധനമൊക്കെ പാക്ക് ചെയ്യുന്നേ? നീയും ഞങ്ങളൂടെ വരുന്നുണ്ട് നാളെ നാട്ടിലോട്ട്. ഞാനോ? എനിക്ക് വരാനായിട്ട് ഞാൻ വരത്തില്ല. നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. നിന്റെ വാശി കൊത്തു തുള്ളാനേ ഇനി കിട്ടില്ല കേട്ടോ. മഞ്ജു, ഞാൻ ഇറങ്ങുക. നീ വൈകിട്ടത്തേക്കിന് സാധനം എല്ലാം പാക്ക് ചെയ്ത് വെച്ചേരും. അമ്മയ്ക്ക് അറിയാലോ, എന്നിട്ട് അമ്മയും കൂടെ. എടാ മോനെ, അപ്പൂപ്പന് ഹാർട്ട് അറ്റാക്ക്. അപ്പം നമ്മളെല്ലാരെയും കാണുമെന്ന് പറഞ്ഞു. എന്തുവാടാ ഇങ്ങനെ? നീ എത്ര നാളെ ഇങ്ങോട്ടേക്കൊന്ന് വന്നിട്ട്? എല്ലാ വർഷവും ഞാനും നിന്റെ അച്ഛനും കൂടെ പോകുന്നേ. നിനക്കൊന്ന് വന്നൂടെ? അച്ഛൻ കാണണമെന്നെങ്കിലും പറയുമെങ്കിലും. ഞാൻ വരാം. ഞാൻ അവന്മാരെയും കൂടെ വിളിക്കും. അവന്മാരും കൂടെ വരട്ടെ, എനിക്ക് ബോറടിക്കും അവിടെ. അമ്മ എന്തിനാണ് നിർബന്ധിക്കുന്നേ? എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ ചുമ്മാ. അയ്യടി, അങ്ങനെ നീ ഇപ്പൊ സൂഹിക്കണ്ട, ഞാനും വരും. ചേട്ടച്ചാര് സമ്മതിച്ചല്ലോ. ഇപ്പൊ എന്തായാലും നമുക്ക് എല്ലാവരും കൂടെ പോയിട്ട് വരാം അല്ലേ അമ്മേ? ഇവള് ഞാൻ പോവാ അമ്മ. എടാ കഴിച്ചിട്ട് പോടാ, വിശക്കുന്നുണ്ടല്ലോ വന്നേ. എനിക്ക് വേണ്ട, ഞാൻ പോവാ. ഇവിടെ ഇടണ ഇരിപ്പില്ലേ, കുട്ടിക്കൊട്. അധികം നേരം വിശപ്പ് സഹിച്ചു നിൽക്കാനാവോ സക്കീർ ബൈക്ക്? ഡാളിയാ, നാളെ നമുക്കേ ക്ലാസ് കിട്ടിയിട്ട് ഒരു സിനിമ കാണാൻ പോയല്ലോ. എപ്പടി? ഇല്ലടാ, അച്ഛൻ പറഞ്ഞ് നാളെ നാട്ടിലോട്ട് പോകണമെന്ന്. അപ്പൊ നാളെ നാട്ടിലോട്ട് പോവാ. നാട്ടിലോട്ടാ? നീയാ? എനിക്കിഷ്ടമല്ലല്ലോ. എന്റെ ഗതികേട്. അപ്പൂപ്പനെ വയ്യാണ്ടിരിക്കുവാണ്. ഇപ്പം ഞങ്ങളെല്ലാം കാണണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ടേക്ക് പോവാ. അപ്പൂപ്പനെ വയ്യാണ്ടിരിക്കല്ലേ, പോയി കണ്ടിട്ട് വാടാ. എന്തിനാ ബുദ്ധിമുട്ട് വിചാരിക്കുന്നേ? അല്ല, ഞാനിത് പറയാൻ വിട്ടുപോയി. നിങ്ങൾ വരുന്നു നാട്ടിലോട്ട്? നല്ലതെന്നൊക്കെയാ പറയുന്നേ. ഞാൻ കുഞ്ഞിലെ എങ്ങാണ്ട് പോയതാ, പിന്നീട് പോയിട്ടേ ഇല്ല. നിങ്ങളും കൂടെ വരുന്നെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്കൊക്കെ പക്ഷെ ക്ലാസ് പിന്നെ ക്ലാസ് ഉള്ളപ്പോ കയറൂല, അപ്പോഴല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ നാളെ നാട്ടിലോട്ട് പറക്കുന്നു. മഴക്കോള് കണ്ടാൽ മതിക്കുമീ നാട്ടിൽ ഇടത്തോട് പോലും കിളിപ്പാട്ട് തേനായി തുളിക്കുമീ നാട്ടിൽ തരിക്കാടി പോലും തനിത്തങ്കവും കൊണ്ട് പോകുന്നു ഞാനും.
മിത്ര, ചായ. അതെ കൊണ്ടുവരുമായിരുന്നു ചേട്ടാ. ദാ, ചായ. അച്ഛൻ എന്തിയെ? എഴുന്നേറ്റായിരുന്നോ? ആ ഞാനിപ്പോ ചായ കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. ഇന്നലെ വൈകിട്ടൊക്കെ ഗുളിക കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുവിധം പറഞ്ഞു കഴിപ്പിക്കുകയായിരുന്നു. അച്ഛനൊന്നും ഇഷ്ടമല്ലെന്നാ പറയുന്നത്. ആ, നീ അത് കറക്റ്റിന് ചെയ്യുന്നോണ്ട് എനിക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ടി വരുന്നില്ല. അവളെ വിളിച്ചായിരുന്നു. ഞാൻ ഇന്നലെ സാമിനെ വിളിച്ചായിരുന്നു. അവൻ പറഞ്ഞു ഇന്ന് രാവിലെയാ ഫ്ലൈറ്റ് എന്ന്. ആ ഞാൻ കുറച്ചു മുമ്പ് ആളെ വിളിച്ചിരുന്നു. ആള് പറഞ്ഞു കണക്റ്റിംഗ് ഫ്ലൈറ്റാ, അപ്പം ഉച്ചയാക്കുമ്പോഴേ എയർപോർട്ടിൽ എത്തത്തുള്ളൂ. പിന്നെ പറയണ്ടല്ലോ, ഇങ്ങോട്ടേക്കൊക്കെ വണ്ടി പിടിച്ചൊക്കെ വരാനായിട്ട് ഒത്തിരി നേരം എടുക്കും. അച്ഛൻ എന്തോ 2 വണ്ടി പറഞ്ഞു വിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ആ അതെന്താ നന്നായി, അത്രയും ബുദ്ധിമുട്ട് ഒഴിഞ്ഞിട്ടല്ലോ. അല്ല, അവളെന്തി? അവള് രാവിലെ തോട്ടും തുണിയൊക്കെ എടുത്തുകൊണ്ട് കുളിക്കാനാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ വേണേ വിളിക്കാം. ഓ വേണ്ട വേണ്ട, അവളവിടെ നിക്കട്ടെ. ഇനി അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാനൊന്നും പറ്റത്തില്ലായിരിക്കും. ഇവിടുത്തെ പണിയൊക്കെ നോക്കണ്ടേ. അവളോ ഇവിടെ ഉള്ളപ്പോ അവള് അടുക്കളയിൽ പോലും കയറത്തില്ല. അവര് വന്നെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയുടെ പരിസരത്ത് പോലുള്ള കാണത്തില്ല. അവള് കൊച്ചല്ലേടി. കൊച്ചോ? കല്യാണം കഴിപ്പിക്കാനായി. ഓടി, അവൾക്ക് 19 അല്ലേ ആയുള്ളൂ. അവളിപ്പോഴും കൊച്ചാ. കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വെച്ചു. അപ്പം കൊഞ്ചിക്കുന്നതിന്റെ അവളിപ്പോ കാണിക്കുന്നേ. ഒന്ന് പോടി. ഞാൻ പിന്നെ അവളെ അല്ലാതെ വേറെ ആരെ കൊഞ്ചിക്കാനാ? നീ എന്നോട് തർക്കിക്കാതെ അടുക്കള വല്ല പണിയുണ്ടേ പൂച്ചി. ഞാൻ പോയിക്കോളാം. ഞാൻ അല്ലെങ്കിലും അടുക്കളയിൽ പോകാനാ വന്നേ. അല്ലേലും അപ്പനും മോൾക്കും ഞാൻ എന്തേലും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാല് എന്നെ ഓടിച്ചുവിടലല്ലേ പണി. ഞാൻ പിന്നെ എന്തോ പറയാനാ? ഞാൻ അല്ലാണ്ട് വേറെ ആര് പറയാനാ ഇതൊക്കെ? ഈ ആമി ഇതുവരെ കുളിച്ചു കഴിഞ്ഞില്ലേ? ആമി കേറിങ്ങോട്ട്. ഈ അമ്മേന്റെ ഒരു കാര്യം. അമ്മ ഞാൻ വരുവാ. നീ കുളിച്ചോ? എന്തൊരു കുളിയാ ഇത്. നിനക്ക് നേരത്തെ കുളിച്ചിട്ട് കേൾക്കൂടെ? വല്ല പനിയും പിടിച്ചിവിടെ കിടക്കും. ഓ എന്റെ അമ്മേ, നിർത്ത്. ഞാൻ നിർത്തിയേക്കാം. ഞാൻ പറഞ്ഞ അപ്പനും മോക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഈ അമ്മ. ഈ ഒരു കാര്യം പറയാം. ഓ ചെറിയമ്മയും ചെറിയച്ഛനും വരുന്ന കാര്യമായിരിക്കും. ആ അത് തന്നെ. നീ ഈ വീട്ടിൽ കഴിക്കുന്ന കച്ചറ സ്വഭാവം അവരുടെ മുമ്പിൽ എടുക്കരുത്. പൂച്ച, ഞാൻ ആ മുന്നിൽ പോലും വരുന്നില്ല. പോരെ? അതാണോ ഞാൻ പറഞ്ഞേ? അവരുടെ മുമ്പിൽ നന്നായിട്ട് നിക്കണോന്നാ. നോക്കട്ടെ അവരെപ്പോഴാ വരുന്നേ? അവരിറങ്ങിന്നാ പറഞ്ഞേ. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണോ അങ്ങനെ എന്തൊക്കെയോ. എന്തായാലും എയർപോർട്ടിൽ വരുമ്പോ ഉച്ചയാവും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നല്ല ദൂരമുണ്ട്. ആ ആരൊക്കെയുണ്ട്? ഇതുമായിട്ടാണുണ്ടോ? ആ അവരെല്ലാരും ഉണ്ട്. പിന്നെ അവന്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടെന്നാ പറഞ്ഞ. ആണോ? ഗേൾസ് എല്ലാം ആണോ കൊണ്ടുവരുന്നേ? ആ എനിക്കൊന്നും അറിയത്തില്ല. അവൻ കുഞ്ഞിലേ വന്നല്ലേ ഇങ്ങോട്ട്, പിന്നെ വന്നിട്ടില്ലല്ലോ. അവള് പറയായിരുന്നു ഒരു വിധത്തിൽ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചെന്ന്. ഞാനും ഓർത്തു ആരുടെ കൂടെ ആണേലും ആ ചെക്കൻ ഇങ്ങോട്ടൊന്ന് വന്നാ മതി. ഇത്ര നാളെ കണ്ടിട്ട് എനിക്കാണെ കാണാൻ കൊതിയാവുക. അമ്മയ്ക്കെന്നാ ഏട്ടനെ കാണാൻ ഇത്ര തിടുക്കം? അമ്മേനെ കാണണമെന്നില്ലല്ലോ ഏട്ടന്, പിന്നെന്തിനാ? ആ എല്ലാരും അങ്ങനെ. നീ ഇവിടുന്ന് പോയാലും കാണാം ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുമെന്ന്. ഓ അമ്മ, അതിന് ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോയിട്ട് വേണ്ടേ? ഞാൻ പഠിക്കാനാണേലും ജോലിക്കാണേലും എന്തിനാണേലും ഞാൻ ഇവിടെ തന്നെ ചെയ്യത്തുള്ളൂ. ഇതൊക്കെ എത്ര നാൾ കാണുമോ എന്തോ. ഓ അമ്മ, പിന്നെ യാമി ഉണ്ടോ കൂടെ? അതല്ലേ പറഞ്ഞേ അവരെല്ലാരും ഉണ്ടെന്ന്. അല്ല അവളുണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടുമാകും.
പിന്നെ അവരെപ്പോഴാ വരുന്നത്? രാത്രി ആകുമെന്ന് തോന്നുന്നു. എന്നാ ഞാൻ റൂമിൽ പോവാണേ. പിന്നെ നീ പെണ്ണെ, നിനക്ക് എപ്പോഴാ ഡാൻസ് ക്ലാസ്? 6:30 താമസിക്കുവാണെങ്കിൽ അച്ഛനെ വിടണോ? വേണ്ട, തനുണ്ട് കൂടെ. आसान था तेरे लिए मगर मेरे बारे में सोचा नहीं मिलोगे मुझसे जब भी बोलोगे यही तुम अब भी हो वहीं. അയ്യോ എടാ യാദവേ, എന്നെ പിടിച്ചു, ഞാൻ ഇപ്പൊ വീഴുവേ. നന്നായി, ഉള്ള എല്ലാം കൂടെ വലിച്ചു വരുത്തുന്നപ്പോഴേ ഓർക്കണമായിരുന്നു. മനസാക്ഷിയില്ലാത്ത പട്ടി, തിന്നുന്നതിനും കുറ്റപ്പെടുത്തുന്നോടാ തിണ്ടി. തിന്നുന്നതൊന്നും കുറ്റപ്പെടുന്നില്ല, മര്യാദക്ക് തിന്നണ്ട. ഇതെന്തൊരു തീറ്റിയത്? പിള്ളേരെ, നിങ്ങൾ രണ്ടാമത്തെ വണ്ടിക്ക് പോവാ കേട്ടോ, ഞങ്ങൾ ആദ്യത്തെ വണ്ടിക്ക് പോവാ. 2 വണ്ടിയോ? അപ്പൂപ്പനായിരിക്കും വണ്ടി അറേഞ്ച് ചെയ്തേ. നമ്മളെല്ലാം വരുന്നെന്ന് അമ്മ പറഞ്ഞു കാണും. ഓ, പൈസയുള്ളവർക്ക് എന്തു ആകാലോ. പോടാ പോടാ. എടാ, നിങ്ങൾക്ക് ഈ നാട്ടിലെ വഴിയൊന്നും അറിയത്തില്ലല്ലോ. നിങ്ങൾ ഞങ്ങളുടെ കാറിന്റെ പുറകെ വന്നാൽ മതി. ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി വന്നു കഴിഞ്ഞാൽ വല്ലോ തോട്ടിലും കൊണ്ടിറക്കും. ഓ ശരി അമ്പ്ര. സോ യു ഗൈസ്, ഞങ്ങളുടെ വണ്ടിയുടെ പുറകെ വരൂ. നീ ഏതാ പൊടി കഴുതേ? നീ എന്നെയാണോ കഴുതിയെന്ന് വെച്ചേ? കൊടുത്തു നിന്റെ തന്തയാടാ പട്ടി. ഈ കൊച്ചു കഴിവേറി. വിട്ടുകളാ ബാച്ച, കൊച്ചല്ലേ. ഇവളോ അഹങ്കാരത്തിന് കൈയും കാലും വെച്ച സംഭവ. എന്താടാ? അല്ല, നല്ല സ്ഥലം, ഒരു ഫോട്ടോ എടുക്കാനായിരുന്നു. അയ്യോടാ, ഫോട്ടോ എടുക്കാനായിരുന്നു. പാവം, ഇപ്പൊ പറഞ്ഞെടുത്തിട്ട് വരട്ടടാ. ഇവൻ ഇത് കൊളവാക്കും. അല്ല എടാ, നിനക്ക് ഈ നാട്ടിലെ വഴി അറിയോ? ഇല്ല. എന്തേ? നീ ഒന്ന് ഫ്രണ്ടിലോട്ട് നോക്കിക്കേ. ജപ്പന്റെ വണ്ടി കാണുന്നുണ്ടോ? അവര് നേരെ പോയോ? ഇവന്റെ ഒരു ഒടുക്കത്തെ ഫോട്ടോഷൂട്ട്. എടാ, അപ്പനൊക്കെ ഒത്തിരി ദൂരം പോയിന്ന്. ഏതോ സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇനിയിപ്പോ എന്തായാലും അപ്പം ലൊക്കേഷൻ അയച്ചില്ലെന്ന് പറഞ്ഞു, അത് നോക്കി വരാൻ പറഞ്ഞു. അതേ ഉള്ളൊരു വഴി. അവന്റെ അമ്മയോടൊരു ഫോട്ടോ എടുക്കൂ. എന്നാടാ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് കിളി പാറിയിരിക്കുന്നേ? എന്നാടാ അളിയ, ടെക്നോളജി എല്ലാം അടിച്ചു പോയോ? ചത്തില്ലായിരുന്നു. ഇല്ല, ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട് എനിക്ക് പിടിക്കുന്നുള്ളേ. പിന്നെ ഏതടാ ഇവൻ? എന്തിനുണ്ടായതാണോ എന്തോ. അതുപോട്ടെ, നമ്മളിപ്പോ എവിടായി? നന്നായി, നിന്റെ നാട്ടിലെ സ്ഥലം നിനക്ക് തന്നെ അറിയത്തില്ല. അപ്പോഴാണോ എനിക്ക് ഞാൻ ഈ ഗൂഗിൾ അമ്മച്ചി കാണിച്ചിരുന്ന വഴി കൂടെ വെച്ച് പിടിക്കുക. ഇവൻ ഇനി എന്നാ നിനക്ക് ഈ ഇരുട്ടത്ത് നിന്ന് ഫോട്ടോ എടുക്കണോ? അതൊന്നും അല്ല. ദേ ചായക്കട, നമുക്ക് ചായ കുടിക്കാം വാ. ഇങ്ങനെ ഒരു ദുരന്തം. അങ്ങോട്ട് നിർത്തിക്കൊള്ളടാ, എന്തേലും പോയി വെച്ച് തിന്നിട്ട് വരട്ടെ. തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞോ? അതെ അതെ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്നാ വാ കേറ് പോകാം. വാ പോകാം. എടാ, നമ്മളേതാണ്ട് എത്താറായി കേട്ടോ. ആണോ?
നീ ഞാൻ അപ്പനെ വിളിച്ചെന്ന് പറയട്ടെ. ഏതു ഇപ്പൊ വിളിച്ചായിരുന്നു. അവർ എൻ്റെ കൂടെ എത്താറായിരുന്നു. ഞാൻ അവളിലോട്ട് നിൽക്കട്ടെ. എത്താറായോ? അതിനെ പറ്റി ഇത്ര താമസിച്ചേ? അവന്മാരല്ലേ ആള് ഉള്ള കടയെല്ലാം കയറി നിർത്തിയായിരിക്കും വന്നെ. അതായിരിക്കും താമസിച്ചേ. ഓ, അതൊന്നും ആയിരിക്കത്തില്ല മോളെ. അവർക്ക് ഈ വഴി അറിയത്തില്ലല്ലോ. ലൊക്കേഷനൊക്കെ നോക്കി വരണ്ടേ, അതായിരിക്കും. ആമിമോള് ഉറങ്ങിപ്പോയില്ലേ? ആ മോളെ, അവള് നേരത്തെ കിടക്കും. നാളെ ഇനിയിപ്പോ കോളേജിൽ പോണ്ടല്ലേ. ഒരു കാറിന്റെ വെട്ടം വരുന്നുണ്ടല്ലോ, അവരാണോ അത്? കാവിൻ കോവിലകത്തിൻ പൂമുഖത്ത് കാലൊച്ച കേട്ട നേരം തമ്പൂരാൻ മെല്ലെ നോക്കി ആരില്ലെന്നു തരം ബാക്കിയായി. തമ്പൂരാൻ നടന്നതും ദിക്കുകൾ സാക്ഷിയായി. രാഗാദ്രമായൊരു പൊൻകിലുക്കം മണിനാദം കേട്ടു വീണ്ടും. തമ്പൂരാൻ മെല്ലെ നോക്കി അങ്ങതാമാനത്ത് തമ്പൂരാട്ടി. ഓ, ശകുനം വന്ന് കയറിയപ്പോഴേ മഴ. അതെങ്ങനാ, നിന്നേക കൊണ്ടല്ലേ വരുന്നേ. രണ്ടും ഒന്ന് മിണ്ടാണ്ടിരി, വില കളയാതെ. ഇത് മോനെ. ചെറിയമ്മേ, ചക്ക, ഞങ്ങളെയൊക്കെ അറിയോടോ നിനക്ക്? അതെന്താ ചോദ്യ ചെറിയച്ച? നിങ്ങളെയൊക്കെ അറിയാണ്ടിരിക്കും എനിക്ക്. അല്ല, ഇങ്ങോട്ട് കാലുകുത്തിയിട്ട് വർഷങ്ങളായല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണേ. ഓടുന്നു അവർ വന്ന് കയറിയപ്പോഴേ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഒന്ന് പോടി, ഞങ്ങൾ അങ്ങനെയാ അല്ലേടാ? ആ, അതെ അതെ. ആഹാ, ഈ പിള്ളേരാണോ അതിന്റെ കൂട്ടുകാര്? പേരെന്താ മക്കളെ? ആ, ഇതാണ് എന്റെ കൂട്ടുകാര്. ഇത് അഭിജിത്ത്, ഇത് ചരൺ, പിന്നെ ഇതെന്റെ ചെറിയച്ചൻ വിനായക് മേനു. നമസ്കാരം. ദൈവമേ, നശിപ്പിച്ച്. ആ നമസ്കാരം. നിങ്ങൾ കയറി വാ കേട്ടോ. ആ മക്കളെ, വന്ന കാലം നിൽക്കാതെ കയറി വാ. അല്ലടി, സ്വാമി ഇവരെ കൂട്ടാനല്ലേ പോയി, എന്നിട്ട് അവനെ കാണുന്നില്ലല്ലോ. അച്ഛനവിടെ പോയി. ഞങ്ങളോട് വഴി വന്ന് നിൽക്കാന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ അച്ഛനെ എവിടെയും കണ്ടില്ല. അതാ ഞങ്ങളിങ്ങ് നേരെ കയറി പോന്നെ. എടാ പിള്ളേരെ, നിങ്ങള് വരുമെന്ന് പറയുമ്പോഴത്തേക്കിന് അച്ഛൻ നിങ്ങളെ കൂട്ടാനായിട്ട് വഴി വന്ന് നിന്നതാ. നിങ്ങളെ കണ്ടില്ലാന്നോ? ഇല്ല, ഞങ്ങള് വഴി കണ്ടില്ല. പിന്നെ എന്തേ? ഇതെന്താ ഇത്? അയ്യോ, പാമ്പോ? ആ വേണ്ടേ, സാം വരുന്നുണ്ടല്ലോ. ഏട്ടാ, ഏട്ടനിത് എവിടെ പോയതാ? പിള്ളേര് പറഞ്ഞു നിങ്ങളെ കണ്ടില്ലെന്ന്. എടി, ഞാനും അവരെ കണ്ടില്ല. അവരെന്തേ, വന്നായിരുന്നോ? ഏട്ടനിത് എന്തൊക്കെയാ പറയുന്നേ? അവരെ കണ്ടില്ലെന്നോ? ആടി, ഞാൻ അവരെ കണ്ടില്ല. അവരെന്തേ, അവരെ വിളിച്ചേ? അവര് വേണ്ടേ ഫ്രഷ് ആകാൻ റൂമിൽ പോയിട്ടുണ്ട് മോനെ. ആണോ? പിന്നെ അളിയ, ഞാൻ ആ വഴിയിലായിട്ട് പാമ്പിനെ കണ്ടായിരുന്നു. പാമ്പോ? എവിടെ? നമ്മളിങ്ങോട്ട് വരുന്നില്ലേ, ആ വഴിക്ക്. ആഹാ, എന്നാൽ നാളെ ഞാൻ കൃഷ്ണൻകുട്ടിയോട് പറയാം അവിടെ ഒന്ന് വെട്ടിത്തെളിക്കാനായിട്ട്. അവിടെ വലിയ കാടൊന്നുമില്ല, പക്ഷെ തെളിഞ്ഞു കിടക്കുവാ. ആ, എന്നാലും ഞാൻ കൃഷ്ണൻകുട്ടിയോടൊന്ന് പറഞ്ഞേക്കാം. എന്നാ നീ അതോട് കയറുവാ. ഡാ ഏതു,
ഏതോ ഇങ്ങോട്ടൊന്ന് വന്നേ. ആഹാ, അച്ഛൻ വന്നോ? അച്ഛൻ എവിടെയായിരുന്നു? വഴി നിക്കാന്ന് പറഞ്ഞിട്ട് കൊച്ചു കള്ളൻ ഇവിടെ വന്ന് നിക്കുവല്ലേ? അത് ചോദിക്കാനാ ഞാൻ നിന്നെ വിളിച്ചേ. നിങ്ങൾ ഏത് വഴി കൂടെ വന്നേ? അച്ഛൻ പറഞ്ഞ വഴി കൂടെ തന്നെയാണല്ലോ വന്നേ. പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. കുറച്ച് കാടും കുളവും അങ്ങനെ നടക്കെ. ഒത്തിരി ഒന്നും കണ്ടില്ല, ഇരുട്ടായിരുന്നേ. മക്കളെ, നിങ്ങളാ പഴയ തറവാടിന്റെ വഴി കൂടാണ് വന്നേ? പഴയ തറവാടോ? ഞങ്ങള് തറവാടൊന്നും കണ്ടില്ല. നമുക്ക് പഴയ തറവാടൊക്കെ ഉണ്ടോ ചെറിയമ്മേ? അത് അത് മോനെ, അത് പിന്നെ മിത്ര, നീ പിള്ളേർക്ക് പോയി ഭക്ഷണം കൊടുത്തേ. ബാക്കി നാളെ സംസാരിക്കാം. വാ മക്കളെ. ചെറിയമ്മേ, അപ്പൂപ്പൻ എന്തേ? അപ്പൂപ്പൻ കഴിച്ചായിരുന്നോ? അപ്പൂപ്പൻ കിടന്നു മോനെ. നിനക്ക് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഞാനാ പറഞ്ഞ പോയി കിടന്നോളാൻ. ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നതല്ലേ, ഉറക്കളച്ചിരിക്കണ്ടെന്ന് വിചാരിച്ചു. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടാകട്ടാ? അത് ചോദിക്കാൻ വിട്ടുപോയി. വർഷങ്ങളായില്ലേ വന്നിട്ട്. അയ്യോ, ഓർപ്പിക്കല്ലേ പൊന്നേ. ഒരു വല്ലാത്തൊരു യാത്രയായിരുന്നു അത്. അതെന്നാടാ അത്രയും മോശമായിരുന്നു യാത്ര? അല്ല, ഇവിടെ ചിലര് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതാണേ. ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അല്ല, ഫോട്ടോ എടുക്കുന്നതിന് എന്നാ പറ്റി? അതൊരു നീണ്ട കഥയാ ചെറിയച്ച, ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിന്റെ കൂട്ടുകാരെന്നെ പറ്റി മിണ്ടാതിരിക്കുന്നേ? നല്ല പിള്ളേരാണല്ലോ. അതെ അതെ, നല്ല കുട്ടികളാണേ. ആ തിരുവാ തുറക്കുന്നോളം വരെ. ഈ തിണ്ട് നമ്മള് നാണം കെടുത്തുവല്ലോടാ. അത് പിന്നെ അങ്കിള്, നിങ്ങൾ നല്ല പിള്ളേരാണ്. ഇവൻ വെറുതെ ചുമ്മാ അല്ലേടാ തിണ്ടി. ആ പിള്ളേരെ മതി ഇനി. ഒത്തിരി സമയം പോയി. നിങ്ങൾ യാത്രയൊക്കെ ചെയ്തു വന്നതല്ലേ. നിങ്ങളുടെ മുറി കൃഷ്ണൻകുട്ടി കാണിച്ചു തരുവേ. മക്കളെ, ഇതാ നിങ്ങളെ മുറി. എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. എന്റെ റൂം ഇതിന്റെ അപ്പുറത്താ കേട്ടോ. പോയി കിടന്നു. പിന്നെ മക്കളെ, ഒരു കാര്യം കൂടെ. നിങ്ങള് ആ തെക്കിനിയുടെ ഭാഗത്തോട്ട് പോകണ്ട. അവിടെ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുക. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ അവിടെ ക്ലീൻ ചെയ്തിട്ടില്ല. പിന്നെ കുറെ പഴയ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണ്ട കേട്ടോ. ഓക്കെ. അല്ല, അങ്ങോട്ടേക്ക് പോകുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. പഴയ സാധനങ്ങളല്ലേ ഉള്ളൂ. നിങ്ങള് അങ്ങോട്ട് പോകണ്ട, അത്രേ ഉള്ളൂ കേട്ടോ. പോയി കിടന്നുറങ്ങിക്കോ. ഈ ചേട്ടനിതെന്താ സംതിങ് വിയേർഡ്. ഇനി അതും ആലോചിച്ചോണ്ടിരി. പോയി കിടന്നുറങ്ങടാ. ഇതെന്തീ മഴ ഇതുവരെ കഴിഞ്ഞില്ലേ? അല്ല, മഴ കഴിഞ്ഞല്ലോ. പിന്നെ എന്താ സൗണ്ട്? നോക്കണോ? അതെന്താ? എനിക്ക് തോന്നുന്നതാണോ? ഇല്ലല്ലോ. തോന്നിയതായിരിക്കും. മൈ ബ്ലഡി മൈൻഡ്. ഇവിടെ ഒട്ടും പോസിറ്റീവ് ആയിട്ട് തോന്നുന്നില്ല. ഭയങ്കര നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു. എന്തോ ആക്കാനാ. കൂടിപ്പോയി 1 മാസം. അത് ഞാൻ ഇവിടുന്ന് പോകും. രാവിലെ തന്നെ ഇതാരാ? ദേവനൊക്കെയാണെന്ന് തോന്നുന്നു. അതെ അതെ, ദേവനാ. അപ്പച്ചി, അപ്പച്ചിയേ, ഞാൻ വന്നു. മോളെ ചിന്നുവേ. ഇതാരിത്? ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ മറന്നതാണോ അതോ? പൂടി വെച്ചേ. മഞ്ജു, നിങ്ങളെപ്പോ വന്നു? കണ്ടൊത്തിരി ആയല്ലോ. സുഖാണോടി? ആടാ, സുഖവാ. അവളെന്തേ? ഞാനിവിടുണ്ട് ചേച്ചി.
അപ്പച്ചി ആമി ഉറക്കായിരിക്കും അല്ലേ? അവള് വണ്ടിക്കുണ്ടടി മോളെ. അവള് എഴുന്നേറ്റ് കാണത്തില്ല. ഇന്നലെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കിടന്നത്. ആഹാ, നല്ല ഉറക്കാണല്ലോ. ആമി എഴുന്നേക്ക്, എഴുന്നേക്ക്, കോളേജിൽ പോണ്ടേ? ഒരു 5 മിനിറ്റ്സും കൂടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ. അമ്മയാ ഡ്യൂറിപ്പേ? ഞാനാടി, ഞാനാ ജിന്നു. ദേജി പിന്നെയും നീ എന്താ അവിടെ? എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10-20 കൊല്ലമായി. ഈ ഡയലോഗ് ഇറങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോഴാ പിന്നെ പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഓ പിന്നെ അടിപൊളിയായിരുന്നു. നീ എഴുന്നേറ്റേ, ഒത്തിരി കാര്യം പറയാനുണ്ട്. അല്ല ഇന്ന് കോളേജിൽ പോണ്ടേ? എന്നാലേ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, നീ ചെല്ല്. ചിങ്ങപ്പൈങ്കിളി കൂടാൻ വാ, കളവാടി പൈതലേ പാടാൻ വാ, പുതു സൂര്യ ശോഭയോ കളഭമായി പൂതളിരിൽ. ഭാടാവുള്ളി ഏതോ കാട്ടിൽ വെള്ളി ഉൾനാടാടുന്നില്ലേ, നാടൻ കൊള്ളുന്നില്ലേ, കടവുള്ള നീയുടെ മോഹന സ്വരമഴയിൽ. ഏത് റൂമിലാ കിടക്കുന്നേ? ഇതേതാ ഇത്? ഉച്ചയായിട്ടും പോത്ത് പോലെ കിടക്കുക. അയ്യോ, ഒരു പടയായിട്ടാണോ ഇതിവിടെ ലാൻഡ് ചെയ്തേ? എന്താടി ഒരേ ഇളക്കം? എന്തി എനിക്ക് ഇളകിക്കൂടെ? ഞാനങ്ങ് ഊഹിക്കട്ടെ. ഇത് വീട്ടിനാണെന്ന് തോന്നുന്നല്ലോ ഈ നാളത്തിന്റെ കാരണം. ഒന്നും മിണ്ടാത്തിരിടി, ആരുടെ കേക്കും. ഇപ്പോ വർഷങ്ങളായി മനസ്സിലിട്ട് നടക്കുന്നതല്ലേ. ഇതല്ല, ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം. ആഹാ, നീ എഴുന്നേറ്റോ മോനെ? എങ്ങനെയുണ്ടായിരുന്നു ഉറക്കൊക്കെ? വീട് മാറിക്കിടന്നതിന്റെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നോ? ഓ അങ്ങനെ ഒന്നുമില്ലെന്ന് ചെറിയമ്മ, സുഖമായിട്ട് ഉറങ്ങി. ആഹാ, നീ എഴുന്നേറ്റോ? അവന്മാരെന്തേ? അവന്മാർ തന്റെ റൂമിൽ നിന്ന് ഫ്രഷ് ആവുക, ഇപ്പൊ വരും. ചെറിയമ്മേ, അപ്പൂപ്പൻ എഴുന്നേറ്റ് കാണുമോ? ഞാൻ ആ റൂം വരെ പോയിട്ട് വരാവേ. ഇതാരിത്? മിസ്റ്റർ കൃഷ്ണൻ നായർ, നമ്മളെയൊക്കെ അറിയാവോ? എന്ത് ചോദ്യം ചെറുക്ക ചോദിക്കുന്നേ? അപ്പൂപ്പന്റെ മോർണിംഗ് വന്നേ, എത്ര നാളെ അപ്പൂപ്പനൊന്ന് കണ്ടിട്ട്. അപ്പൂപ്പനിപ്പം എങ്ങനെയുണ്ട് അപ്പൂപ്പ? കുറവുണ്ടോ? ആ മക്കളെ, അപ്പൂപ്പനിപ്പം കുറവുണ്ട്. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പം അപ്പൂപ്പൻ മോൻ്റെ കൂടെ വരാൻ കേട്ടോ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കണം. അപ്പൂപ്പൻ എത്ര നാളായി കണ്ടിട്ട്. പിന്നെ മക്കളുടെ കൂടെ 2 പിള്ളേർ വരുമെന്ന് പറഞ്ഞല്ലോ, അവരെ കണ്ടില്ല. അവരെഴുന്നേറ്റില്ല അപ്പൂപ്പ, അവരെഴുന്നേക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഡാ ഏതു, എഴുന്നേറ്റോ? എങ്ങനെയുണ്ടായിരുന്നു ഉറക്കമൊക്കെ? ഇവൻ തന്നെയല്ലേ സംസാരിക്കുന്നേ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഏത് മോനെ, ഞങ്ങളെയൊക്കെ അറിയോടാ നിനക്ക്? ആഹാ അങ്കിൾ, എപ്പോ വന്നു?
എന്നെയുണ്ട്, സുഖമാണോ? ഇതേതാ അടുത്ത അവതാരം? ഇവരുടെ വീട് നിറയെ ആൾക്കാരാണല്ലോ. അതെ അതെ, ഞാൻ ചിന്തിക്കാതിരുന്നില്ല. പിന്നെ നീ കഴിച്ചായിരുന്നോടാ? ഇല്ലെങ്കിലേ ഞാൻ അപ്പൂപ്പന്റെ റൂം വരെ പോയിക്കുമായിരുന്നു. അപ്പൂപ്പനെ വന്നിട്ട് ഇവനെ കണ്ടില്ലായിരുന്നു. ആ അതാണ്ട നീ ചോദിച്ച നോട്ട്. ആമി ആമി നീ ഫുഡ് മേടിച്ചോ? ഫുഡോ? ഞാൻ സിദ്ധുവിന്റെ നോട്ട് മേടിച്ചോണ്ടിരാന്നാ പറഞ്ഞേ. കൊച്ചുവിടങ്ങോ അല്ല. അല്ല അത് ഞാൻ പെട്ടെന്ന് എടി നമ്മള് യാമിനെ കണ്ടില്ല അല്ലേ? അയ്യോ, രാവിലത്തെ തിരക്ക് കാരണം അവൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോ വൈകിട്ട് ചെല്ലുമ്പോ കാണാലോ. അയ്യോ, അവള് വന്നിട്ടുണ്ടായിരുന്നല്ലേ? അയ്യോ, കാണാൻ പറ്റിയില്ല. സാരില്ല, എന്തായാലും വീട്ടിലോട്ടല്ലേ ചെല്ലുന്നേ. ഇനി കുറച്ചു നാൾ അവർ നമ്മളോട് കാണുമല്ലോ. ഭയങ്കര മടുപ്പല്ലേടാ, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ആ ശരിയാ, ഭയങ്കര മടുക്ക്. നമുക്ക് ജസ്റ്റ് ചുമ്മാ ഇവിടേക്ക് ഒന്ന് കാണാൻ പോയാലോ? അമ്മേ 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 നോക്കിയേ, എന്താ ചെറുക്ക പറ. ഞാനും ഉമ്മാരും കൂടെ ഇവിടേക്ക് ഒന്ന് കാണാൻ പോട്ടെ? പോകുന്നതിനൊന്നും കുഴപ്പമില്ല. നിനക്ക് ഈ നാട്ടിലെ വഴി അറിയാവോ? ഇവിടെ പോകുന്ന കാര്യ പറയുന്നേ? ഉഗാണ്ട. എന്തേ വരണേ? ഉഗാണ്ട വരെ വരുന്നില്ല, വേണം നിന്നെ കൊണ്ടുവിടാൻ ഊളംപാറ വരെ വരാം. എങ്ങനാ, ഞങ്ങള് പോയിക്കോട്ടെ? നാട് കാണാൻ പോവാണോ? എന്നാ ഞാനും വരുന്നത്. ഐശന്റെ മോളെ, നീ ഇവിടെ ഇരുന്നാ മതി കേട്ടാ. ഇവളെ കൂടെ കൊണ്ടു ചെല്ലടാ, വല്ല പൊട്ടക്കണച്ചില് വീടിനേക്കാൾ നല്ലതാ. നമുക്ക് ഈ നാട്ടിലെ വഴി അറിയത്തില്ല, ഇവിടെ കൂട്ടുപിടിക്കുന്നല്ലേ ബുദ്ധി. എന്നാ നീ കൂടെ വാ, അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം. മണി കിടന്നുരുളാതെ. മോളെ, നമ്മള് സന്ധ്യയൊക്കെ ആകുമ്പത്തേക്കിന് കുടുംബക്ഷേത്രത്തിൽ പോകത്തില്ലേ? അപ്പൊ ഇവര് നാട് കാണാൻ പോയി എന്നാ ചെയ്യും? അയ്യോ, അത് പറയാൻ വിട്ടുപോയി. എടാ പിള്ളേരെ, ഞങ്ങൾ ഇന്ന് സന്ധ്യ ആകുമ്പത്തേക്കിന് കുടുംബക്ഷേത്രത്തിൽ വരെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് വരാൻ താല്പര്യമില്ലെന്നൊക്കെ അറിയാം. നിങ്ങൾ അതിനു മുമ്പേ നാട് കണ്ടൊക്കെ തറവാട്ടിൽ കയറണം. അപ്പൊ നിങ്ങള് സന്ധ്യ ആവുന്നതിന് മുമ്പേ പോയി കണ്ടിട്ടൊക്കെ വരണം. പിന്നെ 6 മണിക്കുള്ളിൽ നിങ്ങള് തറവാട്ടിൽ കയറണം. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ആരും വെളിയിൽ ഇറങ്ങാറില്ല. അല്ല, ഒരു കാര്യം ചെയ്യാം, കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞേക്കാം. അപ്പൊ കൃഷ്ണൻകുട്ടി നിങ്ങളോട് വന്നോളൂ. എന്തിന്? അതിനൊന്നും ആവശ്യമില്ല ചെറിയമ്മേ, ഞങ്ങൾ എത്രയും പേരല്ലേ, ഞങ്ങള് പോയിട്ട് കണ്ടിട്ട് 6 മണിക്ക് മുമ്പേ വീട്ടിൽ കാണാം. അതല്ല മോനെ, നിങ്ങക്ക് ഈ നാടൊന്നും അറിയത്തില്ലല്ലോ, പരിചയമില്ലല്ലോ. അതുകൊണ്ട് അത് കുഴപ്പമില്ല, നിങ്ങൾ നേരത്തെ കയറിയാൽ മതി പിള്ളേരെ വീട്ടില് കേട്ടോ. നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞങ്ങള് പോവായിരിക്കും. భలే సాయం చేసావమ్మా ఒట్టుగా ఒట్టుగా. ഡേ, നീ വന്നേ. നിനക്ക് തനുവിന്റെ വീട് അറിയാവോ? നമുക്ക് അവിടെ അടുത്തും കൂടെ കയറിയിട്ട് വരാം. ഈയടി സൗകര്യമില്ല. തൊള്ള കീറാതെ. ഈയടി സൗകര്യമില്ല, തന്നെ കണ്ടുപിടിച്ചാ മതി. ഉഗാണ്ടെ തനിയെ പോകാരുന്ന ആളല്ലേ, അപ്പൊ ഇതും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മക്കളെ, എന്നോട് മിത്രക്കുഞ്ഞ് പറഞ്ഞായിരുന്നു നിങ്ങൾ നാട് കാണാൻ പോകുന്നുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ തിരിച്ചു കയറി വരുമ്പോഴത്തേക്കിന് തറവാടിന്റെ ഫ്രണ്ട് വഴി കൂടെ തന്നെ വരണം കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ വന്ന പോലെ ഈ പുറകുവശത്തോടെ വരില്ല. ഈ വഴിയിലൊന്നും ആരും സന്ധ്യ കഴിഞ്ഞ് ഇറങ്ങാറില്ല കേട്ടോ. എന്നാ ശരി, നേരത്തും കാലത്തൊക്കെ വീട്ടിൽ കയറണം കേട്ടോ. എന്നോട് മിത്രക്കുഞ്ഞ് പറഞ്ഞു ഇത് പറയാനായിട്ട്. അവര് കുടുംബക്ഷേത്രത്തിലോട്ട് പോവല്ലേ. എടി ആമി, ഈ പഴയ തറവാട് അത് എന്ത് സംഭവം? എനിക്കറിയത്തില്ല,
ഇത്രയും വർഷം ഞാൻ വന്നിട്ട് പോലും ഈ തറവാടിനെ പറ്റി ഞാൻ ഇപ്പഴാണ് കേൾക്കുന്നത്. അതിനെപ്പറ്റി ചിന്തിച്ചോണ്ടിരിക്കണ്ട, വാ പോകാം. 6 മണിയാകുമ്പോ വീട്ടിൽ കയറണ്ടേ? ആഹാ, ഇങ്ങോട്ട് വരാൻ ഇഷ്ടമല്ല, ഈ നാട് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാണ് എന്റെ ഇപ്പൊ നോടിക്കളിക്കുന്നത്. അതങ്ങനെ അക്കരെ നോക്കുമ്പോ ഇക്കരെ പച്ച, ഇക്കരെ നോക്കുമ്പോ അക്കരെ പച്ച. എന്തോന്ന്? അതൊന്നുമില്ല. അത് നിന്റെ വിദ്യാഭ്യാസവും വിവരവും കാവ്യഭംഗിയൊക്കെ അറിയാൻ ആൾക്കാർക്ക് മനസ്സിലാത്തുള്ളൂ. ഈ കാവ്യഭംഗി ഓക്കെ, ഈ വിവരവും വിദ്യാഭ്യാസവും അത് നിനക്കുണ്ടോ? ഊതിയതാണല്ലേ. കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലായിരുന്നോ? എടാ ചേട്ടാ, മഴ പെയ്തവിടെ നനഞ്ഞു കിടക്കുക, ചറക്കി വീഴും നീ. അയ്യോ, നീ പറഞ്ഞോണ്ടേ വീഴാൻ പോയില്ലേ? ഞാൻ ഭയങ്കര സ്ട്രോങ്ങാ. ഇത് പറഞ്ഞ ചിരിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. കിണിക്കാതെ ഒന്നൊന്ന് പിടിക്കടി. നീ പോടി, ഞാൻ ഭയങ്കര സ്ട്രോങ്ങാ. ചേട്ടൻ തണ്ടി നീ വന്നേ. അതുകൊണ്ട് ആ കാണുന്ന വീട് കണ്ടോ, അതാ നിങ്ങൾ ചോദിച്ച തനുവിന്റെ വീട്. വാ പോകാം. ആഹാ, ഇതാരിത്? യാമി എന്ന് വന്നെടി, കേറി വാ. അവള് മാത്രല്ല, ഞങ്ങളും ഉണ്ട്. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്കൊന്ന് വരാൻ തോന്നിയല്ലോ. ഇവരൊക്കെ ഇതെന്റെ കൂട്ടുകാരടി. ഇത് ചരൺ, ഇത് അഭിജിത്ത്. എല്ലാരും കേറി വാ. അച്ഛമ്മ എന്തേ? അകത്തില്ലേ? ഉണ്ട് ഉണ്ട്, ഞാൻ വിളിക്കാൻ നിക്കേ. അച്ഛമ്മ, അച്ഛമ്മ, ഇതാരാ വന്നേക്കുന്നത് നോക്ക്. ആഹാ, ഇതാരാ? ഏത് കുഞ്ഞു? ഇങ്ങ് വന്നേ, എത്ര നാളായി മോനെ കണ്ടിട്ട്. നിങ്ങളൊന്ന് സംസാരിച്ചിരിക്കേ, ഞാൻ ചായ എടുത്തിട്ട് വരാം കേട്ടോ. എടി, അച്ഛമ്മയുടെ കാര്യം എങ്ങനാ ഇപ്പൊ? എങ്ങനെയുണ്ട് അച്ഛമ്മയ്ക്ക്? അച്ഛമ്മക്ക് 4th സ്റ്റേജ്, രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. അച്ഛമ്മ പോയി കഴിഞ്ഞാൽ വേറെ ആരുമില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നീ പേടിക്കാതിരിക്ക, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. നിനക്ക് പിന്നീടാണെങ്കിലും തറവാട്ടിലോട്ട് വരാലോ. തറവാട്ടിലോട്ടോ? ഏട്ടന് തോന്നുന്നുണ്ടോ അവർ നിങ്ങളെ തറവാട്ടിലോട്ട് കേട്ടുന്ന്? അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷം ഞങ്ങൾക്ക് തറവാട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരത്തില്ലല്ലോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടേടി, നല്ല മഴക്കാറ് വരുന്നുണ്ട്. സന്ധ്യയ്ക്ക് മുമ്പേ തറവാട്ടിൽ കയറണം ചെറിയമ്മ പറഞ്ഞായിരുന്നു. അവരിന്ന് കുടുംബക്ഷേത്രത്തിലോട്ട് പോകും. എന്നാ ഞങ്ങൾ ഇറങ്ങുവാണേ. പോയിട്ട് വരാൻ മുത്തേ. ടാറ്റാ. ഇടയ്ക്ക് ഞങ്ങൾ അതുപോലെ ഇറങ്ങാം കേട്ടോ. ബൈ.
എടാ ആ പെണ്ണ് നിന്റെ ആരാ? അവളെന്റെ അനിയത്തിയാടാ, അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മോളാ. അതെന്നെ അവര് തറവാട് വിട്ട് മാറി ഇവിടെ താമസിക്കുന്നേ? നീ വീട്ടിലോട്ട് വാ, ഞാൻ വിശദമായി പറഞ്ഞുതരാം. അയ്യോ, സമയം വേദന 6 മണിയാകുന്നു. ഇനിയിപ്പം തറവാടിന്റെ മുൻവശത്തോടെ പോകുന്ന ഇതിനേക്കാളും സമയം ലേറ്റും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തറവാടിന്റെ പുറകോശത്തൂടെ പോയാലോ? അതാവുമ്പോ പെട്ടെന്ന് എത്തും. എടി പൊട്ടിക്കാളി, നീയും കൂടെ നിന്നപ്പോഴല്ലേ അങ്ങനെ പറഞ്ഞ് ആ വഴി കൂടെ വരരുതെന്ന്? എന്നാ ഒരു കാര്യം ചെയ്യ്, നീയും യാമിയും കൂടെ തറവാടിന്റെ ഫ്രണ്ട് വശത്തൂടെ പോയിക്കോ, ഞങ്ങൾ ഈ പുറകോശത്തൂടെ വരാം. അതെന്താ അങ്ങനെ? വേണ്ട, നമ്മൾ പോകുവാണെങ്കിൽ ഒരു വഴി കൂടെ തന്നെ പോയാൽ മതി. ആ വഴി കൂടെ പോകരുതെന്നല്ലേ പറഞ്ഞേ? നിനക്ക് എന്താടാ? ഇല്ല ഇല്ല ഇല്ല, രണ്ടും എന്തോ കാണിച്ചു വെക്കാനുള്ള പരിപാടിയാ. എന്താന്ന് പറഞ്ഞേ? എടി കൊച്ചു കുറിപ്പേ, നിനക്ക് പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി കേട്ടോ. നീ ഫ്രണ്ട് വശത്തൂടെ പോകാൻ നോക്കിയേ. നീ പോടാ. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും പോകത്തില്ല. കാര്യം പറഞ്ഞ യാദവേ. എടാ, അത് പിന്നെ ഞാനിവിടെ വന്നിറങ്ങിയപ്പോ മുതല് എനിക്കെന്തോ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുക. ലൈക്ക് എന്തൊക്കെയോ അന്ന് വന്നപ്പോ തന്നെ ചെറിയമ്മ ആ പഴയ തറവാടിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പം നീ അവരുടെ മുഖത്തൊരു ഭയം കണ്ടില്ലേ? പിന്നെ നമ്മളോട് തെക്കിൽ നിറക്കണ്ടെന്ന് പറഞ്ഞു, പിന്നെ പുറകോശത്തോടെ വരണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയോ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം എനിക്കിതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. കാരണം ഒരു പ്രാവശ്യം ഈ നാട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വെച്ച് എനിക്കൊരാളെ നഷ്ടപ്പെട്ടതാ. പക്ഷെ ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ശരി, എന്നാ ഞാനും യാമിയും കൂടെ ഫ്രണ്ട് വശത്തൂടെ പോകാം. പക്ഷെ വേറെ എന്തെങ്കിലും വള്ളി ഒപ്പിച്ചോണ്ട് വന്നാല രണ്ടും കൂടെ പോകുന്നതൊക്കെ കൊള്ളാം. നന്നായിട്ട് ഇരുട്ടുന്ന പോലെ തോന്നുന്നു. നമുക്കൊന്ന് തിരിച്ചു പോയാലോ? അല്ല, പേടിയായിട്ടല്ലേ ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറഞ്ഞതാണല്ലോ. അപ്പോ അങ്ങനെ ഒരു ഇത്. മിണ്ടാണ്ട് നടക്കട അങ്ങോട്ട്. ഒരു തേങ്ങയില്ല, ഇങ്ങോട്ട് വാ. ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യരുതടാ പട്ടി. ഇനി ആ തിരുവാ തുറന്നാ കുറെ ചാണകം വാരി ഞാൻ അണ്ണാക്കിയിട്ടിരും. ഈടാ ദേണ്ട അങ്ങേര്. ആര്? നിന്റെ അപ്പൂപ്പന്റെ വീട്ടിലെ കാര്യസ്ഥൻ. നിങ്ങളോട് ഞാൻ ഈ വഴി വരാനാണോ പറഞ്ഞേ? തറവാടിന്റെ മുൻവശത്തൂടെ കയറാനല്ലേ പറഞ്ഞേ? പിന്നെ നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നേ? ബാക്കി രണ്ടുപേരെന്തി? അത് അത് പിന്നെ അങ്കിൾ, ഞങ്ങള് മൂത്രമൊഴിക്കാൻ വന്നതാ. എല്ലാം കഴിഞ്ഞെങ്കിൽ രണ്ടുപേരും ചെന്നാട്ടെ. പിന്നെ ഞാൻ ജംഗ്ഷൻ വരെ പോവാം. അവിടെ തറവാട്ടിൽ അടങ്ങിയിരുന്നോളാം. ഞങ്ങള് കൊച്ചു കുട്ടികളോ? കൊച്ചു പിള്ളേരോട് പറഞ്ഞ ഇതിനേക്കാൾ അനുസരണ കാണുമായിരിക്കും. അശ്ശോ, അതും കേട്ട്. എന്തേലും കണ്ടുപിടിച്ചോ? പിന്നെ കണ്ടുപിടിച്ച് ഇനി അങ്ങോട്ട് മേലാൽ പോകാൻ പാടില്ല എന്ന് കണ്ടുപിടിച്ചു. എന്തോന്നൊക്കെയാണ് ഇവൻ പറയുന്നേ? ഓ, അതൊന്നുമില്ലടാ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേ മറ്റേ ചേട്ടനെ കണ്ടായിരുന്നു, കൃഷ്ണൻകുട്ടി. പുള്ളീനെ കണ്ട്. എന്നിട്ട് എന്തായി? പുള്ളി പിടിച്ച് കുടഞ്ഞു കാണുമല്ലേ? പിന്നെ അലക്കി വിട്ട്. ഈ പൊട്ടപ്പറയോടെ മുള്ളാൻ വന്നതാന്ന്. മറ്റേ പൊട്ടത് വിശ്വസിക്കുകയും ചെയ്തു. പിന്നെ ഇടയ്ക്കൂടെ നിങ്ങളെ അന്വേഷിച്ചായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾ മുള്ളിട്ട് പോയിന്ന്. അശ്ശേ, എന്തോന്ന്? അയ്യോ, അതല്ല, നിങ്ങളെ ഫ്രണ്ട് വഴി കൂടെ പോയിന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ നിങ്ങളെ പൊക്കിന്നർത്ഥം. അതെ അതെ, എക്സാക്ട്ലി. എനിക്ക് അപ്പോഴേ തോന്നിയ നീ പൊട്ടനെ കൊണ്ട് പോയ ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ. പിന്നെ എന്തേ ഈ നിൽക്കുന്ന മഹാനെ വിളിച്ചില്ല? അത് മതിയായിരുന്നു. ആ, കാവടി തുള്ളി പോയപ്പോഴേ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ നടക്കൂന്ന്. ഗൈസ്, എന്നാ ഞാൻ റൂമിലോട്ട് പോവാ. നല്ല തലവേന, വെയില് കൊണ്ടേന്റെ ആണെന്ന് തോന്നുന്നു. എടി, നീ ബാൽക്കണിയിലോട്ട് വരുന്നോ? അല്ലേ വേണ്ട, അത്രയ്ക്ക് തലവേനയാണെ പോയി കിടന്നോ.
എന്തു പറ്റി യാദവ് കൃഷ്ണ ചിന്താവിഷ്ടയാ ശ്യാമളനെ പോലെ ഇരിക്കുന്നേ? ശ്യാമളയായിരുന്നു നിന്റെ തന്തയോ? എടാ, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ആ തെക്കിനി നമുക്കൊന്ന് തുറന്നാലോ? അതായത് അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. എടാ, അത് വേണോ? അത് ഇതിനേക്കാളും വലിയ സീനാവുമല്ലോ. ഇല്ലടാ, ഇവിടെ ഇപ്പൊ ആരുമില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് പോയി തുറന്നിട്ട് അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വരാം. എടാ, എന്നാലും അത് വേണോ? എടാ 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 ഇങ്ങനെ പേടിക്കാതെടാ. എന്നെപ്പോലെ കണ്ടോ കൂളായിട്ടിരിക്കും. ഈ ധൈര്യം ഞാൻ ആ വഴി വെച്ച് കണ്ടായിരുന്നു. പേടിച്ച് മുള്ളിയിലെന്നേ ഉള്ളു. അയ്യോ, സാരമില്ല, പോട്ട് കരയാതെ. പിഞ്ചു മനസ്സ് നൊന്തു. എടാ, ഇനി ആ കീ കണ്ടുപിടിക്കണ്ടേ? അത് മിക്കവാറും അപ്പൂപ്പന്റെ റൂമിലായിരിക്കും. അതെങ്ങനെയും കണ്ടുപിടിക്കണം. അതെന്താ നിനക്ക് അത്രയ്ക്ക് ഉറപ്പ്? ഈ കാര്യസ്ഥന്റെ റൂമിൽ വേണേലാകാലോ. കാരണം പുള്ളിയല്ലേ പറഞ്ഞത് അവളെ ലോക്ക് ചെയ്തിട്ടേക്കൊന്ന്. അപ്പം അങ്ങനെയും ചിന്തിക്കാലോ. എടാ, അതല്ല, അപ്പൂപ്പന്റെ റൂമിൽ തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞെടുത്തോളം അപ്പൂപ്പനത്ത് നിസ്സാരക്കാരനല്ല. നിങ്ങൾ കാണുന്ന അപ്പൂപ്പനും ഞാൻ അറിഞ്ഞ അപ്പൂപ്പനും രണ്ടും വേറെ വേറെയാ. അപ്പം ഇതിലെന്തെങ്കിലുമൊക്കെ അപ്പൂപ്പനും പങ്കുണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ മെയിൻ തലവൻ അപ്പൂപ്പനായിരിക്കും. അപ്പം പുള്ളിയുടെ കയ്യിലായിരിക്കുമല്ലോ ആ താക്കോലിരിക്കുന്നേ. അങ്ങനെയും ഒരു വഴിയുണ്ട്. എന്നാ വാ നോക്കാം. എടാ, ഒന്നിങ്ങ് വന്നേ. ഇത് കണ്ടോ? ഇതാരാ ഇത്? ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് മനസ്സിലായി. നിന്റെ അപ്പൂപ്പൻ ജഗജില്ലാടിയായിരുന്നു. പണ്ടത്തെ കാമുകയല്ല ആയിരിക്കും. ഒന്ന് പോടാ അവിടുന്ന്. അതിന്റെ താഴെ എന്തോ എഴുതിയിട്ടുണ്ട്, അത് വായിച്ചേ. ശ്രേഷ്ഠ. അതാരാ? ഈ ഫോട്ടോയിൽ കാണുന്ന പെണ്ണിന്റെ പേരായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതി വെക്കുന്നേ? ഒരു താക്കോല്. ഇതെന്തോ പണ്ട് കാലത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന താക്കോല് പോലുണ്ടല്ലോ. ഓ, എന്ന് വെച്ചാ ഇന്നലെ പാല് കാച്ചി കഴിഞ്ഞ തറവാടാണല്ലോ ഇത്. ഇനി നീ വതർന്ന എന്റെ കയ്യിൽ നിന്ന് കിട്ടും. അടങ്ങിയിരുന്ന ചരണേ. എന്തായാലും വാ, ഇതുകൊണ്ട് നോക്കാം തുറക്കോ ഇല്ലയോ നോക്കട്ടെ. ആ, ഓ കാല്. നിലം തട്ട് വണങ്ങിയത് മതി, എഴുന്നേറ്റ് പോര്. ചിന്നു, ആ ബോക്സിലിരിക്കുന്ന കമ്മലിങ്ങെടുത്തേ. അതല്ല, ആ പച്ച ജമുക്ക. ആ, അത് പെട്ടെന്ന് ഇറങ്ങൂ കുട്ടി, സമയം പോയി. ആ, അത് പറഞ്ഞപ്പോഴാ. എത്ര മണിയായി നോക്കി? ആ, താങ്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 5:59 6 മണിയാവാൻ 1 മിനിറ്റും കൂടെ. അയ്യോ, ഞാൻ കാവൽ വിളക്ക് എത്തിച്ചില്ല. എടി, നീ തരൻ്റെ അടുത്ത് പോയി നിൽക്കുമോ പ്ലീസ്? എനിക്ക് സമയം പോകണ്ടല്ലേ, ഞാൻ പെട്ടെന്ന് വരാം. അമ്മ അറിഞ്ഞ എന്നെ കൊല്ലും. പ്ലീസ് 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 അങ്ങോട്ട് പോയി നിൽക്കാവോ? ഞാൻ പെട്ടെന്ന് കാവൽ വിളക്ക് എത്തിച്ചിട്ട് വരാം. അയ്യോ, ഇതെന്താ തുറക്കാത്തെ? ഇനി ഈ താക്കോ ഇതിന്റെ അല്ലേ? മാറുന്നില്ല അങ്ങോട്ട്, ഞാൻ തുറക്കാം. അയ്യേ, തുറന്നില്ല. മാറി കഴിവൂ, ഞാൻ തുറക്കാം. തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാൻ തുറക്കാന്ന്. കണ്ടായിരുന്നു. ദൂരം തള്ളിക്കൊണ്ട് പോവല്ലായിരുന്നു. നീ നോക്കിയിട്ട് ആക്കി അനങ്ങെങ്കിലും ചെയ്തോ? നീ നോക്കിയപ്പോഴും അതേ അവസ്ഥയായിരുന്നു. പിന്നെ എന്തിനാ പറയാൻ നിൽക്കുന്നേ? ഓ, രണ്ടും നിർത്തുന്നുണ്ടോ? അടി ഉണ്ടാക്കേണ്ട സമയം. എടാ, ഇത് അതിന്റെ തന്നെ കറങ്ങുന്ന. എടാ, പെട്ടെന്ന് താക്കോൽ എഴുന്നെടുക്ക്.
എന്നിട്ട് വാ പോകാം. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. അയ്യോ, അങ്ങനെ വിളക്ക് കത്തിച്ചു. ഇച്ചിരി കൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ അയ്യോ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അയ്യോ, അതാരാ തറവാട്ടിലോട്ട് നോക്കി നിൽക്കുന്നേ? ഈ അമ്മമ്മക്ക് എന്താ ഇവിടെ കാര്യം? അമ്മൂമ്മ എന്താ ഇവിടെ നിൽക്കുന്നേ? അവൾ വന്നു. അവളുടെ നഷ്ടമായ പ്രണയത്തിനെ കൂട്ടിച്ചേർക്കാൻ അവൾ വീണ്ടും വന്നു. അമ്മൂമ്മേ, ആരുടെ കാര്യ പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. ഒരു ദിവസം ഇതിന്റെ എല്ലാ പൊരുൾ തേടി നീ എന്റെ അടുക്കൽ വരും ക്ഷേത്ര. അന്ന് നിനക്കെല്ലാം മനസ്സിലാകും. നീ മനസ്സിലാക്കണമെല്ലാം. എവിടാടാ? അവിടെ എന്താ? പ്രാണമന്ത്രമുണർത്തുന്ന ദേവി, തപസിരിക്കും സ്നേഹമനസ്സുകൾക്കാശ്വാസമേകി. ഒഴുകുന്ന ദീപങ്ങൾ, തൊഴുകൈ നാളങ്ങൾ, അതു കണ്ടു കൈനീട്ടി തിരുവരമേകാനായി അനുരാഗരാവിലലങ്കരിച്ചൊരു പൂന്തോണിയെത്തി. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ. വണ്ടാർ മുടി ചോലെ അന്തിമായുമ്പം അമ്പരമേതൂ. ചോര